യാതൊരുവിധ ഡൊണേഷനും സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് 3 വിഷയങ്ങൾക്ക് 80% കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് MES സ്കോളർഷിപ്പോട് കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു. ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു. MES കോളേജ് കൊച്ചി, മുണ്ടംവേലി, നിയർ തോപ്പുംപടി, കൊച്ചി. Contact 0484298067 7902980067. വൈദികർക്കെതിരെ പോലീസ് എടുത്തിട്ടുള്ള കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ തോപ്പുംപടി പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കണ്ണമാലിയിൽ കടൽക്കയറ്റം തടയാൻ കടൽഭിത്തി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് രൂപത നടത്തിയ സമരത്തിൽ ലത്തീൻ സമുദായ വക്താവ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് എടുത്തിട്ടുള്ള കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർ തോപ്പുംപടി പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കോൺഗ്രസ് സൗത്ത് ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധം KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ആഭ്യന്തരം വഹിക്കുന്ന പോലീസ് സംവിധാനത്തിന് ഉണ്ടാകട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സഹപ്രവർത്തകന്മാർ തോപ്പുംപടി പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഗാന്ധിയൻ മാർഗത്തിലുള്ള ഒരു സഹന സമരത്തിന് ഇവിടെ തുടക്കം കുറിക്കുന്നത്. ഈ സമരത്തിന് നമ്മളിവിടെ തുടക്കം കുറിക്കുമ്പോൾ നമുക്കറിയാം, ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു ക്യാമ്പയിനാണ് സേവ് കണ്ണമാലി എന്നുള്ള ക്യാമ്പയിൻ. അവിടെ ജീവിക്കുന്ന ജനങ്ങൾക്ക് അവന്റെ വാസസ്ഥാനം നഷ്ടപ്പെട്ടുകൊണ്ട് ചീറിപ്പാഞ്ഞു വരുന്ന കടലിനെ പ്രതിരോധിക്കാൻ കഴിയാതെ സ്വന്തം വീടും സ്വത്തുമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ജനങ്ങൾക്ക് അവിടെ നിന്ന് മാറി താമസിക്കേണ്ട സാഹചര്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ബ്ലോക്ക് പ്രസിഡന്റ് PP ജേക്കബ് അധ്യക്ഷത വഹിച്ചു. ജോൺ പഴേരി, ആന്റണി കുരിത്തറ, MP ശിവദത്തൻ, ഷാജി കുറുപ്പശ്ശേരി, SC ക്ലാരൻസ്, PS സഗീർ, കൗൺസിലർ അഭിലാഷ് തോപ്പിൽ, MH ഹരേഷ്, അവറാച്ചൻ നെട്ടുങ്ങൽ, PM റിഫാസ്, PF ജോർജ്, ജോഷി ആന്റണി, തോമസ് ഷേജു, ജൂഡ്, അഡ്വക്കേറ്റ് തമ്പി ജേക്കബ്, ബ്ലോക്ക് മെമ്പർ മെറ്റിൽഡ മൈക്കൽ, ശോഭ ആന്റണി, മഞ്ജു ടീച്ചർ, ഷീബ ശാലി എന്നിവർ പ്രസംഗിച്ചു. മെത്രാന്മാരും അച്ഛന്മാരും സന്യസ്തന്മാരുമായി നടത്തിയ സഹന സമരം അവർ എന്തിനു വേണ്ടിയായിരുന്നു ആ സമരം നടത്തിയത് എന്ന് ഇതിന് കേസെടുക്കാൻ തയ്യാറായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കാതെ വന്നത് വളരെ മോശമായി പോയി എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. അവരെന്തിനു വേണ്ടിയായിരുന്നു സമരം ചെയ്തത്? ആർക്കു വേണ്ടി? ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഇത് പട്ടാള ഭരണമോ പോലീസ് രാജ്യമോ സ്ഥലമല്ല. ജനാധിപത്യ രീതിയിൽ ജനാധിപത്യ മര്യാദയനുസരിച്ച് അച്ചടക്കത്തോടുകൂടി. ഞാനൊരു വക്കീലാണ്, കോടതി പ്രാക്ടീസ് ചെയ്യണം. നമുക്കറിയാം, ഇത്തരം കേസുകൾ അവിടെ വന്നു കഴിഞ്ഞാൽ വെറുതെ നിഷ്പ്രയാസം നമുക്ക് പൊളിച്ചു കളയാൻ സാധിക്കും. അവിടെ അവർക്ക് അനുമതി കൊടുത്ത് നടത്തിയ ഉപവാസ സമരമാണ്. നമുക്കറിയാം, അവിടെ അത്തരം ആളുകൾ വന്നു കൂടിയത് അച്ഛന്മാരായ ആളുകൾ അവിടെ ഉപവാസം നടത്തിയത് മാത്രമാണ്. നമുക്കറിയാം, അവിടെ 2020-21 കാലഘട്ടത്തിൽ ക്യാബിനറ്റ് ഡിസിഷൻ എടുത്താൽ 1500 കോടി രൂപയാണ്. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.